കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് എനിക്കിപ്പോൾ ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിട്ട് പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്. അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ. ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. മുറിയിലൊന്നും വെള്ളമില്ലല്ലോ. ആളുകൾക്ക് കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ? വേഗം വെള്ളം എടുത്തോളാം. നമുക്ക് ഇന്ന് നല്ല മീനൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് വെജിറ്റേറിയൻ ആകാമെന്ന് വെച്ചു. നിങ്ങൾ ആ സ്റ്റൗവും പാത്രമൊക്കെ എടുത്ത് പുറത്തുകൊണ്ട് വെച്ചാട്ടെ. ചുവരിലാകെ കരിയാ. പുറത്ത് വെച്ചാ സ്റ്റൗ കാറ്റുകൊണ്ട് കത്തില്ല കോയ. കത്തുന്നില്ലെങ്കിൽ ഹോട്ടലിൽ പോയി ഊണ് കഴിച്ചോ. 1 മാസമായിട്ടില്ല പെയിന്റ് അടിച്ചിട്ട്. ഹോട്ടലിൽ പോകാൻ അതിനുള്ള കാശില്ല. മാത്രമല്ല, നാട്ടിലുള്ള വല്ല ചെകുത്താന്മാരുടെ കണ്ണിപ്പെട്ട അതോടെ തീരും. ആളും കൂടുതലാത്ത സ്ഥലത്ത് ലോഡ്ജ് നടത്തുന്നത് ഞമ്മക്ക് പ്രാന്താന്നാ ഉമ്മ പറയുന്നത്. വളരെ ശരിയാ. നിങ്ങളെപ്പോലെ താസാമികളെ താമസിപ്പിക്കുന്നത് ഞമ്മക്ക് പ്രാന്ത് തന്നെ. ആലിക്കോയ വിചാരിക്കുന്നുണ്ടോ ഞാൻ വാടക തരില്ല എന്ന്? എപ്പോ? നേര് പറഞ്ഞാൽ എന്റെ ബാപ്പക്കായിരുന്നു പ്രാന്ത്. ഇല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥലത്ത് നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കെട്ടിടം വാങ്ങിയിടുവോ? സത്യത്തിൽ ആലിക്കോയുടെ സഹായം ഇല്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. പിന്നെ മറ്റേ കാര്യം ഞാൻ ശരിയാക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇതാ, എല്ലാം കൂടി 100 രൂപയായി. അല്ല, ഒന്ന് ചോദിച്ചേ, നിങ്ങൾക്ക് നമ്മളോട് വല്ല ദേഷ്യമുണ്ടോ? നിങ്ങൾ അമ്മ നമ്മളെ പിടിച്ച് ജയിലിന്റെ അകത്താക്കും മാഷേ. അതൊന്നും നടക്കില്ല. ആലിക്കോയ ഈ വേഷം ഇട്ടുകൊണ്ട് നേരെ അങ്ങ് ചെന്നാ മതി. ബാക്കി പവിത്രം പറഞ്ഞോളൂ. ആലിക്കോയ എപ്പോഴും പറയാറില്ലേ സിനിമയിൽ അഭിനയിക്കാൻ ആശയമുണ്ടെന്ന്. ഇത് അഭിനയത്തിന്റെ റിഹേഴ്സലാണെന്ന് വിചാരിച്ചാ മതി. അവിടെ ഏതെങ്കിലും സിനിമ ഡയറക്ടർമാർ വരുമോ? കോയക്ക് സിനിമയിൽ അഭിനയിച്ചാ പോരെ. ഇത് ഒത്തു വന്നാൽ ഞാൻ തന്നെ സിനിമ എടുക്കും. നാദിയ മൊയ്തുന്റെ ഹീറോ ആയിട്ട് ആലിക്കോയക്ക് അഭിനയിക്കണോ? അത്രയും വേണോ? ഇരിക്കട്ടെന്ന്. ആലിക്കോയ, നാദിയ മൊയ്തു, ഈ ടീമിനെ ഞാനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കും. കൊച്ചു കള്ള, ഐസ് കട്ടമ്മിൽ പെയിന്റ് അടിക്കല്ലേ. നമുക്കിത് നോക്കാം. ഇതാ പിടിച്ചോളൂ. ഇത് കറക്റ്റ് അറബി. കല്യാണം മുടങ്ങിന്ന് വെച്ച് നീ അത്രയ്ക്ക് അങ്ങോട്ട് ബലം പിടിക്കണ്ട. ആ തൂണ് വീഴും. കള്ളം കയറുന്നതും സാധനങ്ങൾ കട്ടുകൊണ്ടുപോകണമൊക്കെ സാധാരണയല്ലേ മേസ്ത്രി? എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയുമോ? ഈ കല്യാണം എങ്ങനെയും നടക്കണം. ഞാനും ഒരു അസല് കള്ളനാ. പറഞ്ഞ സ്വർണം ഇല്ലാതെ ഞാൻ ഈ കല്യാണം നടത്തില്ല. അച്ഛനിൽ നിന്ന് 4 വട്ടം മോഹാൽസ്യം ഉണ്ടായി. നല്ല ചെന്നിനായകം പാലിലങ്ങോട്ട് അരച്ചു കൊടുത്താൽ മോഹാൽസ്യം മാറിക്കിട്ടും. കഴിയുന്നതും ചീത്തവാക്കുകളില്ലാതെ നമുക്ക് സംസാരിക്കാം. രാധയ്ക്ക് കൊടുക്കാൻ 91 പവനാ ഞങ്ങൾ കരുതി വെച്ചത്. നിശ്ചയിച്ച തീയതിക്ക് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. വീടും പറമ്പും വിറ്റിട്ടായാലും രാധയ്ക്കുള്ളത് കല്യാണം കഴിഞ്ഞാൽ ഞങ്ങൾ തന്നോളാം. കള്ളം കട്ടോണ്ട് പോയിന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും വിശ്വസിക്കില്ല കുട്ടി. ആ 91 പവനെ ഞങ്ങളെ കാണിക്കും. കല്യാണത്തിന് ഇനിയും ദിവസങ്ങളില്ലേ? രാധയ്ക്ക് കൊടുക്കാൻ വെച്ച സ്വർണം ഒന്നുകൂടി അങ്ങോട്ട് ഉണ്ടാക്കാൻ അച്ഛനോട് പറ. എന്നാ മുഹൂർത്തത്തിന് കല്യാണം നടക്കും. അല്ലെങ്കിൽ ഇവന്റെ പെണ്ണ് വേറെ. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ഞാൻ കെട്ടൂലെങ്കിലോ? നീ കെട്ടൂലെങ്കിൽ ഞാൻ കെട്ടും. ഇവിടെ അടുത്ത് ഞാൻ ഇത്തിരി വെള്ളം കിട്ടുമോ? എന്റെ ദാഹുണ്ടോ? ആ വഴിക്ക് പോയ ഒരു അമ്പലക്കുളമുണ്ട്. എനിക്കിനി വീട്ടിലേക്ക് പോണമെന്നില്ല. ഞാനാ കൊടുത്തി ചടിച്ചത്തോളാം. നിങ്ങൾ അച്ഛനോട് വിവരം പറഞ്ഞാൽ മതി. വെള്ളത്തിൽ മുങ്ങി ചത്തത് എന്റെ പ്രശ്നം തീരുവോ? അരെ അമ്മ, അജുദ് മാമ, അദാനി അദാനി എന്ത് ഗവാദ്. അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് സാത്തേക് സാത്തേക്. നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ.
ബബ്ബറു ഇനി ഈ സാദിഖ് അമ്മ സാദിഖ് സലാമേ സബാൽക്കെ വേനന്ദ ഷുഗർ ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ദ ഹറാമേ അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. ഓ നമസ്കാരം. മയ ബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ് അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോറയാ? അച്യുത് മാമ കലാമി സേവിധാൻ എന്റെ സഞ്ജിത അൽബ. കൽക്കോത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അച്യുത് മാമ കലാമി സേവിധാൻ സൊന്നാദ് മധു കാട്ടിക്. അല്ല, ഈ ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു മലയാളം? വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരന്ന ബഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ അയ്യേ എന്ത് ഹറാമേ, ഹറാമേ. വീണ്ടും ഓ ദിനകര, ഒരു മിനിറ്റ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ അച്ഛന് ഇങ്ങനെയൊരു മുഖമുണ്ട്. അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷെന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചനെ. അത് വേണോ? അത് വേണോ വേണ്ടോ എന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷമിക്കരുത്. ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത്. രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയായി കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോൾ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിരി സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. ഓ, നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയൻ പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ഓ ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. എവിടെയാ തണ്ടി? ആര്? ആ സൈക്കിൾ വന്നില്ലേ? അവൻ തന്നെ. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇത് കണ്ടോ? എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അടിച്ചവന്റെ മോന്ത ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാതെ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന് എന്റെ പൊന്ന് സാറെ, ക്ഷമിച്ചുകളാ. ലോകത്തൊരു ഡോക്ടർമാരില്ല ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ? പ്രാന്തായിപ്പോയി. ഭ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും. അത് പോലും പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. അല്ല എന്താ എന്തോന്ന് പേരാ പറഞ്ഞേ?
ലൈട്രോഫോബിയ. ഇനിയിപ്പോ നോക്കാനൊന്നുമില്ല മാഷെ, അവനെ ഞെരുവട്ടം പൂശി എല്ലാവരും ഇങ്ങോട്ട് പുറത്തെടുക്കട്ടെ. ഒന്നായിട്ട് പൂശി ആളെങ്ങാനും ക്ലോസ് ആയ അതോടെ അവൻ കെട്ട സാധനങ്ങളും ക്ലോസ് ആവും. അതാ എന്റെ പേടി. ഞാൻ ആരാണെന്നാ വിചാരിച്ച് ഒന്നുകൂടി നല്ല മധുരമുള്ള ഇടി. സത്യം പറഞ്ഞാൽ ഈ പിടുത്തം നമ്മളൊരു ഉത്സവം പോലെ ആഘോഷിക്കേണ്ടതാ. ഒരമ്മ പെറ്റ മോനാടാ അതിനകത്ത് അടി കിട്ടി നിലവിളിക്കുന്നത്. അത് കേട്ട് നിങ്ങളൊക്കെ സന്തോഷിക്കാൻ പോവാ. ഒരമ്മ പറ്റ മോനുണ്ടാക്കിയ സ്വർണ്ണമല്ല ചാവ് മോഷ്ടിച്ചത്. അതച്ഛൻ പറഞ്ഞോ? പണിക്കരട്ട് ചെന്ന ബാസുനോട് 5-6 കൊല്ലം പടക്കം തരാൻ പറ. ഞാൻ പറഞ്ഞു എന്ന് പറ. പടക്കവും വെടിയൊന്നും വേണ്ട, ആരെങ്കിലും ചെന്ന് അവനെ തല്ലണ്ടെന്ന് പറ, അല്ലെങ്കിൽ ഞാൻ പോയി പറയാൻ പോവാ. അല്ല അച്ഛാ, കേൾക്കുന്തോറും എനിക്ക് നല്ല പരിചയമുള്ള ശബ്ദം അത്. ഇതാരാ ഇത്രയും പരിചയമുള്ള കള്ളൻ? പക്ഷേ ഇതാ നിങ്ങളുടെ കള്ളൻ. എങ്ങനെയുണ്ട് എന്റെ ഇടി? അച്ഛാ, ഇത് നമ്മുടെ സഹദേവനല്ലേ? അളിയാ, അളിയൻ എപ്പോഴാ കള്ളനായത്? ഞാൻ കള്ളനല്ല അളിയ, ഞാൻ ഇപ്പോഴും സഹദേവന. അളിയനോ? ആ, ഈ സഹദേവൻ എന്റെ രാധ കെട്ടാൻ പോകുന്നത്. അത് ഞാൻ അറിഞ്ഞല്ലോ. നനച്ചിട്ടെടുത്ത് നീ ലുങ്കി ആരോ അടിച്ചോണ്ട് പോയതാണെന്ന് ഞാൻ ഇയാളോട് കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അതേത് കള്ളനും പറയുന്നതല്ലേ. ഇവന്റെ ലുങ്കിയാണ് ഞാൻ കാക കിട്ടിയ തൊണ്ടി. ഈ തൊണ്ടി മതി ഏത് കള്ളനും തണ്ടാൻ. ലുങ്കി മാത്രമേ പോയിട്ടുള്ളൂ. ഒരു നീല അണ്ടർവെയറും പോയിട്ടുണ്ട്. ഇനി അത് വിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും കേറുവാളിയാ എന്നാ എന്റെ കാര്യം പോക്ക. എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. ഈ അവസ്ഥയെ വീട്ടു പോവാൻ വയ്യേ. മാരേജ് സ്റ്റോപ്പ്. ഈ കല്യാണം നിയമവിരുദ്ധമാണ്. എന്താ എന്താ ഇത്? ഈ പെൺകുട്ടിയുടെ രജിസ്റ്റർ വിവാഹം നേരത്തെ കഴിഞ്ഞതാണ്. രണ്ടാമതൊരു കല്യാണത്തിന് ശ്രമിച്ചാൽ എല്ലാത്തിനും ഞാൻ അറസ്റ്റ് ചെയ്യും. എന്റെ മകളുടെ വിവാഹം ഞാൻ അറിയാതെ നടന്നോ? അതെ, ഈ നിൽക്കുന്ന മുറച്ചെറുക്കൻ അച്യുതനും ഈ പെൺകുട്ടി തമ്മിലുള്ള രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകളാണിത്. ആർക്കും പരിശോധിക്കാം, എങ്ങനെയും പരിശോധിക്കാം. കള്ളമില്ല, കപടമില്ല, മായയില്ല, മന്ത്രമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? അപ്പോ മനഃപൂർവ്വം ഞങ്ങൾ വിളിച്ചു വരുത്തി അവമാനിക്കായിരുന്നു അല്ലേ? എന്തായാലും കല്യാണം നടക്കട്ടെ, ബാക്കി നമുക്ക് കോടതിയിൽ. അല്ല, ഇത് ഈ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യാനുള്ള വാറന്റാണ്. ദിസ് ഈസ് അറസ്റ്റ് വാറന്റ് ആൻഡ് ഐ ആം അണ്ടർ അറസ്റ്റ്. പിടിക്കുവിടെ. ഒരുപാടുണ്ടല്ലോ. കൂട്ടത്തിൽ കല്യാണ ആവശ്യത്തിനുള്ള തുണികൾ മറ്റും അങ്ങ് വാങ്ങി. കാഴ്ചക്ക് ഒരു 10 പോകാൻ തോന്നിക്കില്ലേ? വേറും റോൾഡ് ഗോൾഡ് വില 85 രൂപ. പിന്നെ വാച്ച് നല്ല ഒരെണ്ണം തന്നെ അങ്ങ് വാങ്ങിച്ചു. ദുബായ്ക്കാരൻ നാട്ടിൽ വരുമ്പോ അവിടെയുള്ള ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി വരും. അവർക്കെന്തുണ്ട്? അവർക്ക് കൊടുക്കാൻ മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. മിഠായിയോ? നീ പോയി ഒരു കല്ലിങ് എടുത്തോണ്ട് വന്ന്. കല്ലോ? ആ, എളുപ്പമായിട്ട് ഒരു നമ്പറുണ്ട്. ചെല്ലി ചെന്നാട്ടെ. അച്യുതാ, എനിക്ക് തരാനുള്ള 500 രൂപ എന്നാ ഞാനങ്ങ് പോയാനായിരുന്നു. മാഷെ, തിരക്ക് കൂട്ടാതെ. ഇനിയിപ്പോ ടാക്സിക്ക് കൊടുക്കണം, കാര്യങ്ങൾ കല്യാണം വരെ എത്തിക്കണമെങ്കിൽ രൂപ എത്ര വേണം? തൽക്കാലം എത്ര ഇരിക്കട്ടെ. വെച്ചോ, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അല്ല, ഇത്രയെങ്കിലും കോയ വാങ്ങണം. കടമായിട്ട് തന്നെ ഞാൻ ഒരുപാട് വാങ്ങിച്ചിട്ടുണ്ട്. കടവും കടപ്പാടും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി ബാക്കി ഉണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. ആ, പതുക്കെ പതുക്കെ. ഒന്നിങ്ങി വന്നേ. ഞാൻ ഇതങ്ങകത്ത് കൊണ്ടുപോവാ. ആയിക്കോലുണ്ട്. ആ, പതുക്കെ. അതായത് ഇതിനകത്താണ് കല്ല്, അതായത് TV. മനസ്സിലായല്ലോ? ഇതിനകത്ത് വെറും വൈക്കോല്. രണ്ടുകൂടെ മാറിപ്പോരും. മാറിപ്പോയാലുള്ള പ്രശ്നം അറിയാമല്ലോ. രണ്ടുപേർക്ക് ഓർമ്മ ഉണ്ടല്ലോ. ആ, ഇനി ഒരു വേഷം കൂടി കോയ കെട്ടേണ്ടി വരും. നിങ്ങളെപ്പോഴാ സിനിമ പിടിക്കുക? പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. ആ, അമ്മാവന്റെ മുന്നിൽ കോയ കെട്ടേണ്ട അടുത്ത വേഷം ഒരു പണക്കാരൻ്റെതാണ്. എനിക്കൊരു കല്യാണാലോചന. പണക്കാരൻ ആയിക്കോട്ടെ. ജീവിതത്തിലാകാൻ കഴിയാത്തത് അഭിനയിച്ചെങ്കിലും തൃപ്തിപ്പെടാം. അതെ. ആ, നമുക്കിതൊക്കെ ഒന്ന് കെട്ടിവെക്കാം. കടിച്ചു തിന്നട്ടെ. കൊച്ചുഷാ, എന്താ സാർ? കൊച്ചുഷാ, അനക്കമില്ല. ലൈൻ കട്ടായി എന്നാ തോന്നണേ. കട്ടാവാണ് സാർ. കോഡ് മാറ്റി ഒന്ന് കറക്കി. ലൈൻ കിട്ടി കൊച്ചുഷാ, ലൈൻ കിട്ടി. എന്റെ പൊന്ന് സാറേ, ഞാനും അളിയനും തമ്മിൽ ഒരു കച്ചവടം ഇല്ലേ? പിന്നെന്തിനാ ചത്ത പോലെ നിന്നേ? ഇടി കിട്ടിയ സോം കൊണ്ട് ഉറങ്ങിപ്പോയതാ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, പെട്ടിയിനകത്തായിരുന്നു. സത്യം പറഞ്ഞോ? ദാ കാണുന്ന ട്രോഫികൾ മുഴുവൻ ഞാൻ ഇടി കൊടുത്ത് മേടിച്ചതാ. ഇൻസ്പെക്ടർ മുഹമ്മദ് പാറക്കൽ. അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ അത് ഞാനാ. സത്യം പറ, ആ പെട്ടിക്കകത്ത് വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഞാൻ കയറിയ പെട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യമായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പത്തായപ്പുരയിൽ വേറെയും കുറെ പെട്ടികൾ ഉണ്ടായിരുന്നല്ലോ. അതിനകത്തൊക്കെ എന്തായിരുന്നു? അളിയന്റെ ചരക്ക.
ഇവന്റെ അളിയൻ എവിടുന്നാണോ ഇത്രയ്ക്കധികം ചരക്കുകൾ, അതും പഴയ നല്ല നല്ല വിളവെടുപ്പുള്ള ചരക്കുകൾ? ഇത്രയും ചരക്കിനെ ഒന്നായി ഉന്തിക്കൊണ്ടുവരാൻ നിന്റെ അളിയൻ എന്താ ഈ നാട്ടിലെ ഗുഡ് സ്ട്രെയിനാ? തളിനാക്ഷം വന്ന് വിവരം പറഞ്ഞപ്പോ കടയും പൂട്ടി ഞാൻ ഓടി വരേ. വരുമ്പോ ഇത്രയും സന്തോഷമുള്ള കാര്യമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നല്ല സ്റ്റൈലനിടി. അളിയൻ അന്ന് കിട്ടിയ ഇടിയും ഇപ്പോ കേൾക്കുന്ന നിലവിളിയും തമ്മിൽ പറയത്തക്ക എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കൊണ്ടേ പറയണം. ചെറിയച്ചനോട് പറഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്യിക്കാം. ഒരു വ്യത്യാസമില്ല. അതേ ഇടി, അതേ നിലവിളി. കരയുന്നത് ഞാനല്ലാത്തത് കൊണ്ട് ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസം തോന്നും. അയ്യോ. അത് സാരില്ല. ഈ ഇടി ഇപ്പം നിൽക്കും. തുമ്പശ്ശേരി കുറിപ്പ് തിരുവനന്തപുരത്തേക്ക് STD വിളിക്കാൻ പോയിരിക്കാം. ഇടിയുടെ സ്റ്റൈൽ വെച്ച് നോക്കുമ്പോ ലൈൻ കിട്ടി വരുമ്പോഴേക്കും ചന്ദ്രക്കുറിപ്പ് ഏതാണ്ട് STD ആവും. അവൻ STD ആയി. മിസ്റ്റർ തങ്കപ്പൻ നായർ. അതെ, താങ്ക് യു. I am a Menon and MK Menon coming from Kottayam car talking Achyutan marriage problem. അച്യുതൻ. Yes, Achyutan. Come on, sit and talking. Come on. മനസ്സിലായില്ല. Understanding English difficulty? നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. You English not okay. സാറിപ്പോ ഇംഗ്ലണ്ടിൽ നിന്ന് നേരിട്ട് വരുന്ന വഴിയാ? No, 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 no. എനിക്ക് കുറച്ച് മലയാളം അറിയാം. ഓ, അപ്പൊ മലയാളം മതി. അതായിരിക്കും കൂടുതൽ സൗകര്യം. അച്യുതനെ കണ്ടു. എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ്. അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ. എവിടെയാ നാടെന്ന് പറഞ്ഞത്? കോട്ടയം. എന്റെ മക്കൾ 3 പേർ ദുബായിലാ. അച്യുതന്റെ സ്ഥിതിയൊക്കെ അവർക്ക് നന്നായി അറിയാം. അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത്. അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല. അവന് ഇഷ്ടം പോലെ അവന് ശമ്പളം. മാസം 8,000 രൂപയാണെന്നാ. ഓക്കെ, എനിക്കറിയാം. എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനായി കിട്ടണം. അതെ, പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ. പണം എനിക്കൊരു പ്രശ്നമല്ല. റബ്ബറുണ്ട്, ഏലമുണ്ട്, തേങ്ങയുണ്ട്. അച്യുതൻ ചോദിച്ചാൽ 5 ലക്ഷം വേണോ 10 ലക്ഷം വേണോ, എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും അടുത്ത ആഴ്ച പറ്റ ഞങ്ങൾ അങ്ങോട്ട് വരാം. പെൺകുട്ടിയെ ഒന്ന് കണ്ട് ജാതകമൊക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ക്രാങ്ക് പൊട്ടി. ബസിന്റെ ക്രാങ്ക് പൊട്ടി, ട്രിപ്പ് മുടങ്ങി. നിനക്കൊക്കെ തോന്നുന്നു പൊട്ടിച്ചോ? മുതലാളി, അത് എന്താ വേണ്ട ഒരു മേർന്ന് വാങ്ങിക്കാൻ? ഒരു 15,000 രൂപ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാങ്ങാം. 15,000 രൂപയോ? എന്റെ ഇല്ല. ബസ് ഓണണ്ട, അവിടെ കിടക്കട്ടെ. അങ്ങോട്ടല്ല ഇങ്ങോട്ടെല്ലാം കിട്ടിയിട്ടുണ്ടോ വാങ്ങിച്ചന്നു പോലെ? ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. 15,000 അല്ലേ വേണ്ടു. തൽക്കാലം അത് വേണമെന്നില്ല. നമ്മൾ ഈയിടെ എവിടെയോ വെച്ച് കണ്ടല്ലോ. നോ 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 നോ. കണ്ടു. ഐ ആം MK Menon, കോട്ടയം, കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം. പിടി. അന്നാ ലോഡ്ജില് ഇന്നാളൊരു ദിവസം. പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല. ഹൂ ഈസ് ദി മാൻ? ഹൂ ഈസ് ദിസ് മാൻ? എന്റെ ബസ് ഡ്രൈവറാ. ടോക്കിംഗ് നോൺസെൻസ്. വേ, സൂക്ഷിച്ച് സംസാരിക്കണം. കണാരാ, ഇത് നമ്മുടെ അച്ഛന് കല്യാണാലോചനയായിട്ട് വന്ന ഒരാളാ. ഓഹോ, പക്ഷെ നല്ല മുഖപരിചയം. നീ അയാളല്ലേ ഇത്? അപ്പോ നെക്സ്റ്റ് വീക്ക് കമ്പൽസറി കം. എന്താ വെച്ചത്? അമ്മ എവിടെ വന്നോ? വന്നു തോന്നണേ. രാധയുടെ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടെന്ന് രാധ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. നേരായിട്ട് വന്നോ മാഷെ? ഇതെന്താ കയ്യില്? ഇത്തിരി പൂവാ. എന്റെ അടുത്ത് പൂവും കൊണ്ട് വന്നോ? എന്നെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവൂ. പൂവാൻ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഞാൻ അവളെ മനസ്സുകൊണ്ട് വരുത്താറേ ഉള്ളൂ. ഓരോ വിശേഷം ഉണ്ടാവുമ്പോഴും ഞാൻ അവളെ ഓർക്കും, അവള് വരും. ഇത് ഞാൻ ഇന്ന് രാവിലെ അമ്മയുടെ അടുത്ത് പോയി ആ പൂമര ചോട്ടിന്ന് പെറുക്കിയതാ. സത്യമായിട്ടും പെറുക്കിയതാ. അച്ഛാ,
ഇവരാരെയും നോക്കണേ?